ലിറ്റിൽ ഗൈഡ്സ് പേരശ്ശന്നൂർ അവതരിപ്പിക്കുന്ന കെമിസ്ട്രി പഠനസഹായി സ്റ്റാൻഡേർഡ് 8 യൂണിറ്റ് ജലം. ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിൻ്റെ ഖരാങ്കം 0 ഡിഗ്രി സെൽഷ്യസും. ബാഷ്പീകരണം. എന്താണ് ബാഷ്പീകരണം? ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. ജലത്തിൻ്റെ താപധാരിത. താപം താങ്ങാനുള്ള ജലത്തിൻ്റെ കഴിവാണ് താപധാരിത. ജലത്തിന് താപധാരിത കൂടുതലാണ്. അതുകൊണ്ട് ചൂടുള്ള വസ്തുക്കളെ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു. ജലത്തിൻ്റെ പ്രതലബലം. ജലത്തിൻ്റെ പ്രതലബലം മൂലം ചെറുപ്രാണികൾക്ക് ജലോപരിതലത്തിൽ ഓടി നടക്കാൻ കഴിയുന്നു. ബ്ലേഡ് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ജലത്തുള്ളികൾക്ക് ഗോളാകൃതി ലഭിക്കുന്നു. ജലത്തിലെ ഘടകങ്ങൾ. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ് ജലം. ജലത്തെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കുന്നു. ഈ വൈദ്യുത വിശ്ലേഷണം നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ജലവോൾട്ടാമീറ്റർ. ലോഹങ്ങളും ജലവും തമ്മിലുള്ള പ്രവർത്തനം. ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഉദാഹരണമാണ് സോഡിയം. ഈ ജലത്തിനെ 2 തരംതിരിക്കാം. 1 മൃദുജലമെന്നും 2 കഠിനജലമെന്നും. മൃദുജലം എന്ന് പറഞ്ഞാൽ സോപ്പ് നന്നായി പതയുന്ന ജലമാണ്. കഠിനജലമോ? സോപ്പ് നന്നായി പതയാത്ത ജലമാണ് കഠിനജലം. ഈ ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ലവണങ്ങളാണ്. ജലകാഠിന്യം 2 തരത്തിലുണ്ട്. 1 താൽക്കാലിക കാഠിന്യവും 2 സ്ഥിര കാഠിന്യവും. താൽക്കാലിക കാഠിന്യം ജലത്തിനെ തിളപ്പിച്ചാൽ ഇല്ലാതാകുന്നു. എന്നാൽ സ്ഥിരകാഠിന്യമോ ജലത്തിനെ തിളപ്പിച്ചാൽ ഇല്ലാതാകുന്നില്ല. ബൈകാർബണേറ്റ് ലവണങ്ങളാണ് താൽക്കാലിക കാഠിന്യത്തിന് കാരണം. ഈ ജലമലിനീകരണത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? 1 അമിത രാസവള പ്രയോഗം. 2 ജലത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കൽ. 3 കീടനാശിനികളുടെ ഉപയോഗം. താങ്ക് യു.